ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭിച്ച ലോക റെക്കോർഡ് പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേശൻ. ഇടുക്കിക്കാർ സ്നേഹമുള്ളവരെന്നും ജനറൽ സെക്രട്ടറി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Admission open for academic year 2024-25. SNDP യോഗം മലനാട് യൂണിയൻ പണി കഴിപ്പിച്ച SN ഹോംസിന്റെ ഉദ്ഘാടനവും ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം ലോക റെക്കോർഡ് പ്രഖ്യാപനവും നടന്നു. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. SNDPയോട് ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിക്കുന്നവരിൽ മുൻപന്തിയിൽ ഇടുക്കിക്കാരുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം നടക്കുമ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ സ്ഥാപിത താല്പര്യക്കാരെ അത് ഉൾക്കൊള്ളാൻ ഇതിനുള്ള മാറ്റങ്ങൾ പാവങ്ങൾക്ക് ഉപയോഗിച്ചു കൊടുക്കുക. അതുപോലെ സ്വയമായി വരുമാനം ഉണ്ടാകാൻ 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകുന്ന ഇതിലുള്ള കർമ്മങ്ങളൊക്കെ ഇന്നത്തെ നിർത്തുകട്ടി അവർ ചെയ്തതെങ്കിൽ അത് ഒന്നായി നോക്കാണ്. നിങ്ങൾ പരസ്പരം തന്നെ കിട്ടുന്നത് ഈ നടത്തുന്നതിന് 128 വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഇതിപ്പോൾ ആര് വീടുകൾ നിങ്ങൾ നല്ല ലോകത്തിൽ നിന്നോ യൂണിയൻ ഒരു കല്ല് പള്ളിയിലുണ്ട്. കുറെ ഗുരുധർമ്മം കഴിക്കാൻ മതി. ഈ ഗുരുധർമ്മം കഴിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ആത്മീയത മാത്രം പോരാ. ആമാശയത്തിന് പ്രശ്നം പറ്റിയത് ആത്മീയതയും ഭൗതികം കൂടെ ഒന്നിച്ചു പോയാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ആത്മീയത മാത്രം പറഞ്ഞ് കഴിച്ചിട്ടിരുന്നാൽ ആത്മാവില്ലാതെ ജീവിക്കുന്ന വയറുള്ള സത്യം ചെയ്യാൻ വേണ്ടേ. അതുകൊണ്ടല്ലേ ഗുരു ആത്മീയതയും ഭൗതികതയും സംയോജിക്കുന്നതിലെ ഗുരു പോയത്. ഗുരു ചിന്തിച്ചുകൂടാം. ആത്മീയ നേതാവാണെങ്കിൽ SNDPയോട് സമരസംഘടനയാണ്. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ അവസരങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നും സമരത്തിലിരിക്കുന്ന സംഘടന. അതിന്റെ പ്രസിഡന്റ് ഇത് തന്നെയായിരുന്നു. അപ്പൊ ആത്മീയ തലത്തിന്റെ അവരുടെ ഭൗതിക തലത്തിന്റെ പ്രസിഡന്റായ കുറേ നേരം ഗുരു ഇരുന്നത് മാത്രമല്ല, ഗുരു ഭരണകാലത്തല്ലേ യുവക്രമപ്പെട്ടവും തമ്മിലുള്ള കാര്യങ്ങൾ കുമാരനാശനം പ്രജാസഭയിൽ സമുദായത്തിന് വേണ്ടി കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുള്ളത് ഗുരുദേവന് വൈക്കൽ സത്യാഗ്രഹത്തിൽ അന്നത്തെ കാലത്ത് 1000 രൂപയും കൊടുത്ത് ഗുരുവിനെ നേരിട്ട് വൈക്കൽ സത്യാഗ്രഹത്തിൽ വേദിയിൽ നിന്ന് പണം കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മൾ ഭൗതികതയുടെ അടുത്തറയെന്ന് കൊണ്ട് പ്രവർത്തിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ആത്മീയതയുടെ അടുത്തറയിൽ നിന്നും വേണം ഭൗതികമായി നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ പഠനത്തിലും സമുദായങ്ങളെ പഠനത്തിലും അങ്ങനെ വളരാനാണ് നമ്മൾ വേണ്ടത്. മാത്രമല്ല നിങ്ങളെല്ലാം ഒന്നായാലേ നമുക്ക് നന്നാൻ സാധിക്കും. ഇപ്പോൾ നന്നായിട്ടുള്ള സമുദായങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയാം. പേര് പറയേണ്ട കാര്യമില്ല. അവരെല്ലാം എന്ത് നന്നായി അവർ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? നമുക്കെന്തെങ്കിലും പള്ളിക്കൂടം ഉണ്ടാകണം. എൻ്റെ വാക്കുകൾ പള്ളിക്കൂടം എടുത്ത് അവർ പള്ളി അധികാരത്തിന് അകത്ത് ഒന്നായി നിന്ന് അധികാരത്തിന് അകത്ത് നിന്നുകൊണ്ട് അവരുടെ സമുദായത്തിന് അവകാശപ്പെട്ട് ഒപ്പിട്ടെടുക്കാനുള്ള ആളുകളെ അവർ പറഞ്ഞതിനകത്ത് ഭരണത്തിനകത്ത് വിട്ടു. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സമുദായത്തെ കൊണ്ടുപോയപ്പോൾ നമുക്ക് ആര് എന്ത് തന്നു? ഒരു കോളേജ് തന്നോ? അതിലൂടെ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക്. ഈ ദുഃഖങ്ങൾ മാത്രമായി നമുക്ക് വരുമ്പോൾ സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുഃഖങ്ങളുണ്ട്. എന്തേ നമുക്ക് ദുഃഖമായി മാറി. യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡംഗം പ്രീതി നടേശൻ, സ്വാമി ഗുരുപ്രകാശം, പച്ചയിൽ സന്ദീപ്, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, VR സജി, ജോയി വെട്ടിക്കുഴി, രതീഷ് വരകുമല, ജാൻസി ബേബി, അഡ്വക്കേറ്റ് PR മുരളീധരൻ, ഷാജി പുള്ളോയിൽ, ചെമ്പൻകുളം ഗോപി വൈദ്യൻ, MB ശ്രീകുമാർ, P രാജൻ, സജി പറമ്പത്ത്, PG സുകുമാരൻ, വിനോദ് ഉത്തമൻ, വിധു A സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 5 മണിക്കായിരുന്നു ചടങ്ങ്. കനത്ത മഴയിലും ആയിരക്കണക്കിന് SNDP യോഗം പ്രവർത്തകർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് A seed planted by Saint Kuriakos Elias Chavra, the Carmel CMI Public School, Puliyanmala, celebrating her visionary journey among the hills of Idukki, wherein you can build the perfect life for your children.
Come, experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation. Admission open for academic year 2024-25.